കൈ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ചോറിടാനോ ഷർട്ടിടാനോ ഒക്കെ പൂർണ്ണതയിലെത്തി. ഒരു കുഴപ്പമില്ല. എല്ലാ ജോലിയും ചെയ്യാൻ അന്തസ്സായിട്ട് നടക്കാം. 81 വയസ്സിലും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വിറക് കീറുന്നുണ്ട്, കിളയ്ക്കുന്നുണ്ട്. കണ്ണിന് എനിക്ക് എപ്പോഴും ഫിലമെന്റ് ഇങ്ങനെ, അതായത് ഈ മണൽ വാരിയിട്ടിരിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് മസ്കറ്റ് അവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ അവിടെ ഫ്ലൈറ്റ് കിടന്നാ വന്നത് എന്ന് വെച്ചാൽ നടുവേനായിരുന്നു. നടുവേന ഇരിക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത, കാർ പോലും കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു. എന്റെ ഡോക്ടർക്ക് ഒരു ആയുസ് ആരോഗ്യം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കല്ലട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചറെ കാണാൻ വേണ്ടി വന്നതാണ്. ടീച്ചർ കുട്ടികളുടെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. നമുക്ക് ടീച്ചറെ ഒന്ന് പരിചയപ്പെടാം. ടീച്ചർ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സുജാത. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ആമവാദം ഉണ്ടായിരുന്നു. ആമവാദം. പിന്നെ എനിക്ക് കിഡ്നിയിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഷോൾഡർ രണ്ട് സ്റ്റിഫ് ആയിരുന്നു. അങ്ങനെ എൻ്റെ ഉപജീവന മാർഗം പഠിപ്പിക്കലാണ്. ട്യൂഷൻ പഠിപ്പിക്കൽ എത്ര വർഷം? 29 വർഷം കൊണ്ട് ഞാൻ ഇതാ എൻ്റെ ജോലി. കുറച്ച് പിള്ളേരുടെ കൈ പിടിച്ച് എഴുതിക്കണം. അന്നേരം എൻ്റെ ഷോൾഡറെല്ലാം വേദനയായിരുന്നു, നെഞ്ചുവേദന വന്നു. ആ ബ്രസ്റ്റ് വേദന കംപ്ലീറ്റ് മാറി. ബ്രസ്റ്റ് വേദന ഭയങ്കരമായിരുന്നു. ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. അതിപ്പോ വളരെ ലോയിലായി. പിന്നെ അതുപോലെ തന്നെ യൂറിൻ ഫിൽട്രേഷനിലായിരുന്നു. അത് 50 ബിലോ ആയിരുന്നു. ഇപ്പൊ 50 എബവ് ആയി. എല്ലാം കറക്റ്റായി. 68ഓളം ആയി. പ്രായത്തിനനുസരിച്ച് പല മരുന്ന് അത് വൈദ്യധർമ്മ ചെന്ന് സാറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് സുഖമായത്. അതൊരു ധന്വന്തരി മൂർത്തിയുടെയും ഡോക്ടർ സാറിൻ്റെയും കൂടെ സാർ വെച്ച് ആരാധിക്കുന്നത് തന്നെ ഒരു വലിയ ശക്തിയാണ്. ഡോക്ടർ സാർ. ഇതാണ് നമ്മുടെ അജിത് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഈ അമ്മയെ തിരിച്ചു വന്നതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അമ്മക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നം? അമ്മ ജോയിന്റ് പെയിൻ, ഭയങ്കരമായ ക്ഷീണം, ക്ലാസ് നടത്താൻ വയ്യ. ഈ വാദത്തിന്റെ ഭാഗമായിട്ട് ബേസിക്കലി ആർത്രൈറ്റിസ് മൂലം വിവിധ അവയവങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുകയും ലങ്സിനെയും ഹാർട്ടിനെയും അതുപോലെ കിഡ്നിയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണല്ലോ. അമ്മയ്ക്ക് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോഴും ബേസിക്കലി അത് ചെസ്റ്റ് പെയിൻ ആണ്. അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് ബ്രസ്റ്റിന്റെ പെയിൻ ആയിട്ടാണ്. അപ്പോൾ അത് വാദം കറക്റ്റ് ആകുമ്പോഴത്തേക്ക് അത് നോർമലാവും. അതേപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് നോർമലാവും. അതാ സംഭവിച്ചത്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഈ അമ്മയെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ്. ആ ടീച്ചറാണ് ഡോക്ടർ തിരിച്ചു നൽകിയതല്ലേ? ഓക്കെ. നമുക്ക് ഒരു അച്ഛനൊന്ന് പരിചയപ്പെടാം. അച്ഛൻ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ശിവദാസ്. അച്ഛൻ ഇപ്പൊ 81 വയസ്സായല്ലേ? അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് പ്രശ്നം ആദ്യം കൈക്ക് വേദനയുണ്ടായി. കൈ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ചോറിടാനോ ഷർട്ടിടാനോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഈ കൈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് പോകാതെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ആയുർവേദ ആശുപത്രിയുണ്ട്, ഇവിടെ വന്നു ഒരു മാസം ചികിത്സയായി കഴിഞ്ഞ് കൈ തെന്നി ഇങ്ങനെ പോകുന്നു. പകുതി ഒരു 2 മാസമായപ്പോൾ കൈ ഇങ്ങനെ ഇത്രത്തോളമായി. ഇപ്പം പൂർണ്ണതയിലെത്തി. ഒരു കുഴപ്പമില്ല. എല്ലാ ജോലിയും ചെയ്യാൻ അന്തസ്സായിട്ട് നടക്കാം. 81 വയസ്സിലും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വിറക് കീറുന്നുണ്ട്, കിളയ്ക്കുന്നുണ്ട്, കൃഷികളെല്ലാം ചെയ്യുന്നു. അതാണ് അച്ഛൻ്റെ ആരോഗ്യത്തിന്റെ ആരോഗ്യം. ഞാൻ പിന്നെ അമിതമായിട്ട് ആഹാരവും കഴിക്കുന്നു. കറക്റ്റായിട്ട് കഴിക്കുള്ളൂ. ഓക്കെ. ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. പേരെന്താ? പേര് ദീപ. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് വാദത്തിന്റെ അസുഖമായിരുന്നു. 5 വർഷത്തോളം ഉണ്ടായിരുന്നല്ലേ? എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്? എനിക്ക് പെടല് തിരിക്കാൻ പറ്റത്തില്ല. കൈ കാല് വിരലിന്റെ ജോയിന്റുകളൊക്കെ വേദന. പിന്നെ നടക്കാൻ പറ്റാതായി. പിന്നെ ചില മുട്ടിലൊക്കെ നീരുകൾ വന്ന് തുടങ്ങാറായി. പിന്നെ ആഹാരം കഴിക്കാൻ വയ്യാണ്ടായി. പിന്നെ അങ്ങനെ മൊത്തത്തിൽ പനി, വിട്ടുമാറാത്ത പനി. പിന്നെ മൊത്തത്തിൽ വാദപ്പനി. മൊത്തത്തിൽ ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഉണ്ട്, പോയി ഇനി സുഖമായി വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു, മരുന്ന് കഴിച്ചു. ലാസ്റ്റ് പിന്നെ എനിക്ക് എൻ്റെ ഡോക്ടർക്ക് ഒരു ആയുസ് ആരോഗ്യം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസുഖം മാറി. നടക്കാനും പോവാനും തേരി കയറാനും വീട്ടിലെ ജോലി എല്ലാം ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേറൊരു ജോലിക്ക് പോകുന്നുണ്ട്. അടുത്തൊരു സ്കൂളിൽ ഞാൻ പോകുന്നുണ്ട്. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അടി മുമ്പോട്ട് നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നടന്നാ പോകുന്നത്. 2 ട്രിപ്പ് പോണം ആ സ്കൂളിൽ. രാവിലെ പോയിട്ട് 9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. പിന്നെ ഒരു 1:30 മണിയാകുമ്പോൾ വീണ്ടും സ്കൂളിൽ പോകണം. അപ്പൊ 2 സമയം നടന്നാണ് ഞാൻ പോകുന്നത്. സന്തോഷം. ഡോക്ടറെ, വാദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അതുപോലെ ഒരു കേസല്ലേ? അതെ. അതായത് വാദം മാറത്തില്ലെന്നല്ലേ കേട്ടാ ആളുകളുടെ ധാരണ. ദീപ ചേച്ചി ഒരു സാധാരണക്കാരിയായ ഒരാള് എത്ര നാള് നമ്മുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ച് അവർ മരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഇപ്പം പൂർണ്ണമായും മരുന്ന് നിർത്തി അവർ ജോലിക്ക് പോകുന്നു. പക്ഷെ എല്ലാവരും സഹകരിക്കണമല്ലോ. പിന്നല്ലാതെ പേഷ്യന്റ് കൃത്യമായിട്ട് സഹകരിച്ചാൽ ഉറപ്പായും നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മരുന്ന് നിർത്താൻ പറ്റാതെ വരുള്ളൂ. 90% ആളുകൾക്ക് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ചേച്ചിയുടെ കേസ് മരുന്ന് നിർത്തി. പിന്നെ സന്തോഷമായി. അതെ. ഓക്കെ.
വാദം നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളെയും ബാധിക്കാറുണ്ട്. അപ്പൊ കണ്ണിനെ അത് ബാധിച്ച ഒരാളാണ്. ചേച്ചി നമസ്കാരം, പേര്? ദീപ. കണ്ണിന് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്? കണ്ണിന് എനിക്ക് എപ്പോഴും ഫിലമെന്റ് ഇങ്ങനെ, അതായത് ഈ മണൽ വാരിയിട്ടിരിക്കുന്ന ഒരു ഫീലാണ്. കരകരപ്പ് പോലെ കരകരപ്പ്, ഭയങ്കര സിവിയർ ഡ്രൈനസ് ആയിരുന്നു. അപ്പം ഡ്രോപ്സ് ഇങ്ങനെ, അത് മണിക്കും അങ്ങനെയല്ല, എപ്പോഴും വേണേലും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഡ്രോപ്സ് ഇങ്ങനെ. അപ്പൊ ഇവിടത്തെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ ഒഴിക്കുന്ന ഇതിന്റെ ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. റെഡിയായി. നേരത്തെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, എന്ത് വെച്ചാ നിക്കുന്ന? ഇതുപോലത്തെ ഇത്രയും പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ഒക്കെ വെച്ചാൽ നിന്നു. വീട്ടില് ജോലി ചെയ്യുമ്പോഴും ഇത് വെക്കണം, പുറത്ത് പോകുമ്പോഴും. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇല്ല. ആർത്രൈറ്റിസ് വന്നിട്ട് വാദം വന്നിട്ട് കണ്ണിനെ എഫക്ട് ചെയ്യും, ചില പേഷ്യൻസിൽ ലങ്സിനെ എഫക്ട് ചെയ്യും, അവരുടെ ശ്വാസകോശം ചുരുങ്ങും, അങ്ങനെയുള്ള കേസുകൾ ഇതിനോട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ചേച്ചിക്ക് കണ്ണിനെയാണ് എഫക്ട് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, കണ്ണിൽ യുവൈറ്റിസ് വരിക, ഡ്രൈനസ് വരിക, കാറ്റ് അടിക്കാൻ പറ്റാതിരിക്കുക, അതേപോലെ സൂര്യപ്രകാശം തട്ടാൻ പറ്റത്തില്ല, ചൂട് അടിച്ചാൽ തന്നെ ഒന്നും പറ്റത്തില്ല, ചൂടടിച്ചാൽ പ്രശ്നം വരും. അപ്പം അത്തരം പ്രശ്നമാണ്. അത് കൺട്രോൾഡ് ആണ്, വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. ഒരുപാട് മരുന്ന് പല സ്ഥലത്തും കഴിച്ചാലേ? ഏകദേശം ഒരു 3 വർഷത്തോളം മാത്രം കണ്ണിന് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഇവിടെ വന്നിപ്പോ റെഡിയായി, ഹാപ്പിയായി. 100% റെഡി ആയിട്ടില്ല, അത് കൺട്രോൾഡ് ആണ്, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, വാദം ആയതുകൊണ്ട്. അതെ. നമുക്ക് ഒരാളൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെയായിരുന്നു ജോലി? എനിക്ക് മസ്കറ്റ്. അവിടെ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ അവിടെ ഫ്ലൈറ്റിൽ കിടന്നാ വന്നത്. എന്ന് വെച്ചാൽ നടുവേനായിരുന്നു. നടുവേന, ഇരിക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത, കാർ പോലും കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു. യൂട്യൂബ് സന്തോഷത്തിൽ നിങ്ങളെ കണ്ട് ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞ് നേരെ ഇവിടെ വന്നു. ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞ് സുഖമായിട്ട് പോയി. വീണ്ടും 1 വർഷം ജോലി ചെയ്തു, വീണ്ടും വന്നു, ഒന്നുകൂടെ നടുപിടിച്ച് വീണു. അത് കഴിഞ്ഞ് അതിനുവേണ്ടി മാത്രം വന്നതല്ല, വൈഫിനും കൂടെ ചികിത്സയായിരുന്നു. എന്ത് പറ്റി ചേച്ചി? വൈഫിന് ഇരിക്കാനോ കിടക്കാനോ, ഒന്നും ബസ്സിൽ കയറാനോ ഓട്ടോ വർഷം കയറാനോ ബൈക്കിന്റെ പുറകെ കയറാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഒരു 70% സക്സസ്ഫുൾ ആയെന്ന് പറയാം. ബുള്ളറ്റൊക്കെ ഓടിക്കുന്നുണ്ടോ? ഞാൻ 7 മണിക്ക് ഇന്നെടുത്ത വണ്ടി ഇതുവരെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇപ്പൊ 1 മണിയായി, ഉച്ചക്ക് 1 മണിയായി. ഇതുവരെ എനിക്ക് നടുവിന് കുഴപ്പമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 7 മണിക്ക് പോയാ, രാവിലെ പോയാ, ഞാൻ ഇപ്പൊ വൈകിട്ട് വരും, രാവിലെ പോകും. ഓക്കെ ഡോക്ടർ, എന്തായിരുന്നു? പുള്ളിക്ക് നടുവിൻ്റെ പ്രശ്നമായിട്ടാണ് വന്നത്. അന്ന് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചെയറിൽ നന്നായിട്ടൊന്ന് ഇരിക്കാനോ, ഇരുന്നൊന്ന് ഫുഡ് കഴിക്കാനോ, എണീക്കാൻ, കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ 1 മാസത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് വാദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കൂടാതെ തന്നെ വാദത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതും ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമാണ് വാദത്തിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ അത്രയും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. ഡിസ്കിന്റെ കംപ്ലൈന്റ് മാത്രമാണെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ കൂടുതലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു, നമ്മൾ വാദത്തിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റുകളെല്ലാം 1 മാസത്തിൽ ഒരു മാസം ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീട് 1 മാസം വീണ്ടും റെസ്റ്റ് എടുത്തതിന് ശേഷം പുള്ളിക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ ഇപ്പോഴാണ് വീണ്ടും വൈഫിനെയും കൊണ്ട്, വൈഫിന് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ ആർത്രൈറ്റിസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ട് പുള്ളിക്കാരിയും ട്രീറ്റ്മെൻറ്റില്ല. പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പൊ എല്ലാം ഇപ്പൊ ഹാപ്പി ആയല്ലേ? ഡോക്ടർ, നമ്മൾ വീഡിയോ എല്ലാം കണ്ട് ഇവിടെ എന്തെല്ലാം അസുഖത്തിനുള്ള ചികിത്സയുണ്ട്? വാതരോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സ ഉള്ളത്. ആളുകൾ കൂടുതൽ എത്തുന്നത് വാതരോഗങ്ങൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദം മറ്റ് ശരീരഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ആന്തരികവയവങ്ങളെ അഫക്റ്റ് ചെയ്തിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ പരിഹാരം കാണാറുണ്ട്. തലച്ചോറ് അല്ലേ? തലച്ചോറിനുണ്ടാകുന്ന ചുരുക്കം, പാർക്കിൻസൺ ഡിസീസ്, ബാലൻസ് ഇഷ്യൂസ്, അങ്ങനെയുള്ള അസുഖങ്ങൾ സ്ത്രീരോഗങ്ങൾക്ക് ഡോക്ടറുടെ വൈഫ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥലം കറക്റ്റ് എവിടെയാ? കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭരണിക്കാവിലാണ്. ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് വൈദ്യധർമ്മ ഹോസ്പിറ്റലിന്റെ പേര്. ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് വന്നാൽ മതി.